ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാളിന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കൊണ്ടു. ഇതുപോലെ ഉണ്ടാക്കി ഏത് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മസാല വഴറ്റുന്ന വീഡിയോ ഫുള്ളായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം വഴറ്റിയെടുത്തിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു നാരങ്ങൻ്റെ നീരും കൂടിയും ചേർത്തിട്ട് ഒരു ഗ്ലാസ് തൈര് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചിക്കൻ മസാലയാണെങ്കിൽ ചിക്കനാണെങ്കിൽ ഞാൻ മുളക് പൊടി ചേർക്കില്ല. അത് ബീഫ് ആയതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങുമ്പോഴേ ആദ്യം അരി ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്നിങ്ങനെ വാരാൻ വെക്കുക. അത് കഴുകിയെടുത്തിട്ട് 2 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മളിതൊക്കെ വഴറ്റിയെടുത്തൊക്കെ റെഡിയായി വരുമ്പോൾ അത് പാകത്തിന് കുതിർന്ന് കിട്ടും. പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് പെട്ട് കൊടുത്തത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യൊന്നും ഞാനിതിൽ ചേർക്കണില്ല. പിന്നെ കുറച്ച് മല്ലിയില, ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച ബീഫ് ഒരു 5-6 വിസിൽ വെച്ചിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച ബീഫ് നമ്മൾ മസാലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി പകുതിയോളമായിരിക്കും വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഉള്ളിയുള്ളൂ വഴറ്റിയെടുക്കുക, കൂടുതൽ ഉള്ളി ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ചാൽ വെച്ച അരി പകുതി മുക്കാൽ ഭാഗം വെന്താൽ മതി. അപ്പോൾ ഈ കുതിർത്തിയ അരി ആകുകൊണ്ട് നല്ലോണം വെള്ളം വറ്റി വരേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് ഇനി. അപ്പോൾ അരി കുതിർന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുതിർത്തിയ അരിയാണെങ്കിൽ. പിന്നെ അതല്ലെങ്കിൽ 1.25 വെള്ളം വെച്ച് കൊടുക്കുക വറ്റിച്ചെടുക്കുമ്പോൾ. നമുക്ക് കോരിടുന്നത് അധികം ആൾക്കാർക്കും അറിയില്ല, കാരണം അത് അരി വെന്ത് പോകുമോ കുഴഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ ഏതറിയാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ക്യാരറ്റും മല്ലിച്ചപ്പും ഇതൊക്കെ അരിഞ്ഞ് വെച്ചതും സവാള ഫ്രൈ ചെയ്തതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയും വെന്തിട്ടുണ്ട്. അപ്പോൾ അരി പറ്റ വെള്ളം വറ്റോളം കാത്തിക്കരുത്. ഒരു കുഴഞ്ഞ പരുവത്തിൽ ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ കുഴഞ്ഞ് വരുന്ന പാകത്തിന് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ചോറ് ഈ ഇറച്ചിയുടെ മേലക്കാണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ പകുതി നടുക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത ഉള്ളിയും ക്യാരറ്റും ഇതൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ ദം ചെയ്യാം കേട്ടോ. 1 മണിക്കൂർ ദം കഴിയുമ്പോൾ എടുക്കണം, അതല്ലെങ്കിൽ ചോറിൽ വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം അക്കിടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള സത്യം ഞങ്ങൾക്ക് പറയാം. 9:30 നമ്മൾ ദമ്മിട്ടിട്ട് പിന്നെ എടുത്തപ്പോൾ 11:30 മണിയായിട്ടോ. അപ്പോൾ ഈ അടപ്പിലുള്ള വെള്ളമൊക്കെ വീണിട്ടേ. പക്ഷെ ചോറ് ഇളക്കുമ്പോൾ മുകളിലൊക്കെ നല്ലത് അതുപോലെ ഡ്രൈ ആയിട്ടൊക്കെ ഇരുന്നു. പക്ഷെ അടിക്കൊക്കെ എത്തിയപ്പോൾ എനിക്ക് നല്ലൊരു കുഴഞ്ഞ പോലെ തോന്നിട്ടോ. അത് ആ വിയർപ്പിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ തുറന്നിട്ട് ആ വിയർപ്പ് പുറത്തേക്ക് കളഞ്ഞിട്ട് വീണ്ടും അടച്ചു വെക്കുക ചോറ്. അപ്പോൾ ചോറ് ഇതുപോലെ തന്നെ ഉണങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ബിരിയാണി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒട്ടും അറിയാത്തവർ ഇതേപോലെ ഒന്ന് ബിരിയാണി വെച്ച് നോക്കട്ടോ. ശരിയാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ചിക്കൻ ബിരിയാണിനേക്കാളൊക്കെ ടേസ്റ്റ് ബീഫ് ബിരിയാണി അല്ലേ അല്ലേ? അധികം ബീഫാണ് ബിരിയാണിക്ക് നല്ലത്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ സുഖമായി വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ സമയമായപ്പോൾ കുട്ടികളൊക്കെ 11:30 ആയപ്പോൾ ചോറ് കഴിച്ചിട്ടോ. അപ്പോൾ ഒക്കെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയെന്ന് രാവിലെ കുളിച്ച് മാറ്റിയതും പള്ളിയിൽ പോയതൊക്കെയാണ്. എല്ലാവരും വന്ന് ഡ്രസ്സൊക്കെ ഊരിട്ടിട്ടാണ് ചോറുന്നത് കേട്ടോ. കാരണം അത്രയും ചൂടായിരുന്നു ഇവിടെ, പെരും ചൂടിട്ടോ. ഇന്നലെ നമ്മളിവിടെ നല്ലൊരു മഴ പെയ്തിട്ടോ. 3:30 മണിയായപ്പോൾ നല്ല ഇടിയും മഴയും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരും മഴ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കുറച്ച് വെയിലിന് കമ്മിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് വരട്ടിയതും പപ്പടം പൊരിച്ചത്, തൈര് ചട്ടണി, ചിക്കൻ ഫ്രൈ, ബീഫ് ബിരിയാണി, ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ പെരുന്നാൾ വിഭവങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.